ഓക്കെ ഗൈസ്, കുക്ക് ചെയ്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി അവിടെ എന്തായിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, 15 ഇനി ഒരു 18 കൂടെ ഉണ്ട്. ഓക്കെ, കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഈ മുറിയിൽ എന്തെങ്കിലും ചെയ്യണം. എനിക്ക് ഈ മുറിയിൽ എന്തെങ്കിലും ഇപ്പം ചെയ്യണം. ഇപ്പോഴല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്റ്റോറേജ് എന്തെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ചിക്കൻ നിന്ന് ഗൈസ്, യമ്മി യമ്മി. പിന്നെ കുറച്ച് പോർക്കും തിന്നാം. പോർക്ക് ഒറ്റടിക്ക് ഫുഡായി, അല്ല വയറ് നിറഞ്ഞ്. ഓക്കെ, നമ്മുടെ ഫുഡിൻ്റെ ബണ്ടിലിൽ കയറ്റി വെക്കാം. ഓക്കെ 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 ഗൈസ്, ഇനി നമ്മുടെ അയൺ എന്തായിട്ടുണ്ടെന്ന് നോക്കാം. ക്യാമ്പ് ഫയർ എന്തൊക്കെയാണ് ഇവിടെ വെച്ച്. എന്നാൽ പിന്നെ പ്രൂസിന് മറ്റേ സാധനം സൈഡിലൊക്കെ ഇട്ട്, ഇവിടെയല്ല ഇച്ചിരി ദൂരമായിട്ട്, ഇങ്ങനെ മറ്റേ സൈഡിലായിട്ട് മറ്റേ ക്യാമ്പ് ഫയറിൻ്റെയൊക്കെ സൈഡിൽ അങ്ങോട്ടൊക്കെ ഇല്ല, അതേപോലെ നമുക്കൊന്ന് വെച്ച് കൊടുത്തേക്കാം. ഇതിങ്ങനെ വെക്കണത് കാണാൻ നല്ലൊരു ഭംഗിക്കാണ് കേട്ടോ. നമ്മൾ ഇനിയും കുറേ ഡീറ്റെയിലൊക്കെ അറിഞ്ഞ് ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്യാൻ പറയണം കുറേ കാര്യങ്ങളൊക്കെ. അടിപ്പനായിരിക്കും. നിങ്ങളിനി അടുത്ത എപ്പിസോഡിൽ വരുമ്പോൾ എൻ്റെ ബേസ് കാണാൻ പറ്റും. നിങ്ങൾ കണ്ണ് തള്ളും. അമ്മാതിരി രീതിയിൽ ഞാൻ എൻ്റെ ബേസ് മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഞാൻ ഒരു പൗണ്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ സൈഡിലെ മലയിൽ പൊക്കത്തായിട്ടൊരു പൗണ്ട് ഉണ്ട്. നമ്മൾ മറ്റേ പ്രൂസ് മരം കണ്ടുപിടിക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടതാണ്. സോ നമ്മൾക്ക് ഞാൻ ഓർത്ത് ഇന്ന് ചെയ്യാനില്ല. നമ്മളിനി അടുത്ത എപ്പിസോഡിൽ ചെയ്യണമായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഓഫ് ക്യാമറയിൽ പോകും ഗൈസ്. നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഓഫ് ക്യാമറയിലൊക്കെ പോകാറുള്ളതാണ്. സോ അങ്ങനെ പോയപ്പോൾ കണ്ടതാണത്. ഇവിടെ ഞാനൊന്ന് ചുമ്മാ കുഴിച്ചു നോക്കിയതാണ്. ഇവിടെ വെള്ളമോ ഗൈസ്, 2018 ഗൈസ്. ഇത് കൊള്ളാം, മഴയൊലിച്ചൽ പോലെ ഉണ്ടല്ലോ ഇവിടെയൊക്കെ. ഇപ്പം ഇവിടെ കാണാൻ ഒരു പുതിയ വാട്ടർഫോൾ വന്നു. ഇപ്പം കാണാൻ എന്തോ വെള്ളപ്പൊക്കം വന്ന പോലെ ഉണ്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കുറച്ച് വാട്ടർഫോളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് അപ്ഡേറ്റ് ആക്കണം. നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആക്കണം ഈ സ്ഥലം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മളിനി പ്രിപ്പയർ എൻഡ് ഡ്രാഗൻ കൊല്ലാൻ പോണത് ഗൈസ്. എൻഡിലെ ഡ്രാഗനെ കൊല്ലാൻ പോണത്. എന്നിട്ട് വേണം എനിക്ക് ഈ APK കളഞ്ഞിട്ട് പൈസ കൊടുത്തിട്ടില്ല. നമുക്ക് എങ്ങനെയെങ്കിലും മൈൻക്രാഫ്റ്റ് ഒറിജിനൽ കയറ്റണം. ഇത് ഒറിജിനൽ തന്നെയാണ്, പക്ഷേ ഇത് APK വെർഷനാണ് ഗൈസ്. ഒറിജിനൽ തന്നെ വേണം. ഒറിജിനൽ കയറ്റാൻ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, മൾട്ടിപ്ലെയറൊക്കെയാണ് ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത്. അതിന് കാരണം ഈ പെട്ടെന്ന് ഈ സീസൺ ഒന്നും തീർത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയി ഇനി മൾട്ടിപ്ലെയർ ആ ഒരു ഇതിലായിട്ട് വന്നാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ്. അവൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ മൈൻക്രാഫ്റ്റിന് ഗെയിം പ്ലേ കൊണ്ടുവന്നത് തന്നെ. അവന് സുധിയണ്ണനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഗെയിമിങ്ങൊക്കെ കൊണ്ടുവന്നത്. ഞാൻ മറ്റേ ഗ്രാനി പിന്നെ ഉടായ്പ പരിപാടിയൊക്കെ ചെയ്ത് ഞാൻ നിന്നേനെ. സോ നമുക്ക് ഇനി അങ്ങോട്ട് ഒരു സീക്രട്ട് സ്ട്രിപ്പ് മൈനിങ് ഡയമണ്ടിന് വേണ്ടി നമുക്ക് ഒരെണ്ണം ഇരിക്കണത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കുഴിച്ചിരിക്കുക. എനിക്ക് അവിടെ ഒരു ഇത് വന്ന്. ഓക്കെ ഗൈസ്, എപ്പോഴും എന്തൊക്കെയോ സോമ്പിൻ്റെ ഒക്കെ ചേക്കണം. അപ്പോൾ ഇവിടെ തന്നെ ഒരു കേവ് ഉണ്ടാകാനാണ് ചാൻസ്. ഇത് പറഞ്ഞു തീർന്നില്ല ഗൈസ്. ഇതേ ഇരിക്കണം. ഇവന്മാരെയൊക്കെ തുണ്ടാക്കി പരിശുരാജ് കേൾക്കണമല്ലോ ഞാൻ. ഈ മെൻഡിങ്ങും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പം ആവശ്യം. ഓക്കെ, നമുക്കപ്പോൾ ഈ കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇത് ഏത് കേവ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് ഏത് കേവ്? നമ്മുടെ അയണോടെ കുക്ക് ചെയ്യാൻ പറ്റും. ബ്ലാസ്റ്റ് ഗൈസ്. ഒരുത്തൻ സോംബി സ്കെൽട്ടനൊക്കെ അടി. ദൈവം, ഇതെന്ത് നമ്മളൊരു പടക്കളത്തിലായിട്ടാണ് ഗൈസ് കയറുന്നത്. പടക്കളം പെട്ട് നിറയെ സോംബീസ് ഗൈസ്. ഇന്നത്തെ ദിവസത്തിൽ ഇന്നത്തെ കണ്ടന്റ് ഇല്ലാത്ത കാര്യമൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇപ്പം ഗെയിമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
നമ്മൾ കുറേ എണ്ണത്തിനെ സുട്ടർവേ വിളിച്ച് ഗൈസ്. സുട്ടർവേ കുറേ എണ്ണത്തിനെ സുട്ടർവേ ഒക്കെ ചെയ്തിട്ടുണ്ട്. വേണ്ട ടോർച്ചൊക്കെ എടുത്തിട്ട് ഇനി പടക്കളത്തിലിട്ടിറങ്ങാം ഗൈസ്. ഡേ കണ്ടസ്വാമി. ഓക്കെ നമുക്കിനി താഴത്ത് ഡേ കണ്ടസ്വാമി, ഇത് ഞാൻ വാസുവണ്ണൻ ഗൈസ്. അവിടെ ഒരു സ്കെൽട്ടൻ നിൽക്കണ്. ഇവിടെ ബാക്കിലായിട്ട് ഒരുത്തൻ പാത്തിരിക്കണം. ഞാനിപ്പോൾ എങ്ങോട്ട് പോയാലും എനിക്ക് 3 അടിയാണ്. നമുക്ക് ഇവനെ വാ. ഇതെന്താണ് ഇവൻ്റെ കയ്യിൽ പൈനാപ്പിൾ ഇരിക്കണ? നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാം ഇച്ചിരി ഇമ്മിണിയേ ഉള്ളൂ. ഇവൻ്റെ കയ്യിലൊക്കെ ഇരിക്കുമ്പോൾ കണ്ടാ അവൻ്റെ ഗത പോലെയാണ് ഇരിക്കുന്നത്. നമ്മളെ തല്ലിക്കൊല്ലാൻ ബോണിന്. ഡൈനോസറിൻ്റെ എല്ല് സോമീൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഡൈനോസറിൻ്റെ എല്ല്, നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ഉറുമ്പിൻ്റെ എല്ല് പോലെ ഇരിക്കണം. എന്തോന്നാണ് അണ്ണാൻ്റെ എല്ല്. ഇവിടെ ടോർച്ച് ഇവിടെ എന്താ പെണ്ടെങ്ങാണ്ടും വെറുതെ അല്ല അവന് മറ്റേ അവൻ്റെ ഇതാണ് ഡൈനോസറിൻ്റെ എല്ല് കിട്ടിയത്. ഇവിടെ കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് പൊക്കത്താട്ട് പോണം ഗൈസ്. നമ്മുടെ അയണവിടെ വെന്തിട്ടുണ്ടാവും. 4 ബോൺ ഗൈസ്, 4 ബോൺ. പൊളി. നമുക്ക് ഒരു പട്ടിക്കുട്ടനെ കൂടെയൊക്കെ ഉണ്ടാവും. ഇരിക്കണം. നമ്മുടെ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ ഗുണം ഉയരാണ്. അതൊക്കെ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ അമ്പൊക്കെ ഇരിക്കണം. അതൊക്കെ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ ഉയരാണ്. അമ്പിരിക്കണമെന്ന് ഭയങ്കര ഉണ്ട്. അതല്ല, അമ്പിൻ്റെ ആ സ്ട്രക്ചറൊക്കെ ഇല്ലേ, അതൊക്കെ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ ഉയരാണ്. ഇതേ കണ്ട ഈ കൈ കിടന്ന് കത്തണമൊക്കെ, ഇതൊക്കെ ആക്ഷൻ ആൻഡ് സ്റ്റഫിൻ്റെ ഉയരാണ്. ഉയര് നൻപൻ. ഓക്കെ ഇത് ഗൈസ് പിന്നെയും പടക്കളം. ബൂം. എന്താണ് ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിച്ച പോലെ ഉണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, എല്ലാത്തിനും തുണ്ടോക്കി ഞാൻ വരുന്നു ഗായ്സ്. ഈ ഫൈറ്റ് മിക്കവാറും നീളും. നമ്മളിപ്പോൾ കുറേ നേരമായി, 6 മിനിറ്റ്. ദൈവം തുണ്ടോക്ക് ബഗ് ഗായ്സ്. ദൈവമേ അടി ഞാൻ ചത്തുന്ന് തോന്നണം. ദൈവമേ ഈടാ ഈ ചുമലക്കണ്ണനൊക്കെ ഇത് ഏത് കാട്ടിന്നാ എന്നത്? അയ്യോ ചത്ത്. അവൻ ചത്ത്. 2 ചത്ത്. ഓടി. അപ്പോൾ ഗൈസ് ഇനി നമുക്ക് ഇത് ഏത് ഗെയിം? ഇതിപ്പോൾ പുറത്തെങ്ങാണ്ടാണ് ഞാൻ നിൽക്കണത്. ഇത് മറ്റേ ഗെയിം അല്ലേ? എന്താണ് ഒരു അയൺ സൂട്ടല്ലേ ഇത്? ചെയിൻ ആർമറാ. ഞാൻ ഓർത്ത് അയണെന്ന്. ഞാനിപ്പോൾ വേവിച്ചാക്ക് വെറുതെ എന്ന് ഞാൻ ഓർത്ത്. ചുമയാണ് ഗൈസ്, ചുമ. ഓക്കെ ഗൈസ്, ഇത് മറ്റേ കേവ് തന്നെ. നോക്കി ഗൺ പൗഡർ കിട്ടി ഗൈസ്. നമുക്ക് ഇനി മറ്റേ റോക്കറ്റ് ഉണ്ടാക്കി പറന്ന് നടക്കാം. ഓക്കെ ഇത് മറ്റേ കേവ് തന്നെയാണ്. നമുക്ക് അവിടെ 2-3 ടോർച്ചും കൊണ്ട് കുത്തി വെച്ചേക്കാം. ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. നമുക്ക് ഇനി പോണെങ്കിലും ഇതെന്താ കുറേ ഉണ്ടാ അങ്ങോട്ട്. 2, 3, 4, 5. എനിക്ക് ഇറങ്ങാൻ കഴിയില്ല. ഇന്നത്തെ ദിവസത്തിൻ്റെ കണ്ടന്റ് അല്ലേ ഇത്. നമുക്ക് പിന്നെ ഇങ്ങനെ ഡയമണ്ട് മൈൻ ചെയ്യാൻ പോകുമ്പോൾ ഇറങ്ങാം. അതൊക്കെ എനിക്കത്രേ പറയാനുള്ളൂ. ഓക്കെ വെച്ചു. ഓക്കെ ഗായ്സ്, നമ്മുടെ ബേസ് പുറത്തൊക്കെ മറ്റേ മരമൊക്കെ വളർന്നു തുടങ്ങി. നോക്കി പുറത്തും മരം വളർന്നു ഗൈസ്. ഓടി ഞങ്ങൾക്ക് മറ്റേ ചെയിനിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പുറത്ത് മരം വളർന്നിട്ടുണ്ട്, മറ്റേ ക്രൂസ് മരം. ഓക്കെ ഇനി നമുക്ക് നേരെ പോയി നമ്മുടെ അയൺ ആർമർ എടുത്തുകൊണ്ട് വരാം ഗൈസ്. അയൺ ആർമർ അവിടെ വെന്തിട്ടുണ്ടാകണേ. നമ്മൾ പുറത്ത് മരമൊക്കെ വന്ന് കണ്ടതേ, പുറത്ത് മരമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്. ഗൈസ് 33 ആയിട്ടുണ്ട്. കൈ കിടന്ന് തിളങ്ങണ കണ്ട. ഞാൻ പണ്ട് വിചാരിച്ച് സോപ്പല്ല അയൺ ഗൈസ്. അയൺ ആക്ഷൻ ആൻഡ് സ്റ്റഫിൽ കാണുമ്പോൾ കറക്റ്റ് സോപ്പ് പോലെ ഇരിക്കണം. ആദ്യം തന്നെ ഒരു ബക്കറ്റ് വേണം. ബക്കറ്റില്ലെന്ന് പറഞ്ഞാണ് നമ്മളതുകൊണ്ട് അടിയിൽ വെച്ചത് മറ്റേ സംഭവം. ഓക്കെ നമ്മൾ ഇന്നത്തെ ഒരു അച്ചീവ്മെൻറ്റ് നമ്മളങ്ങനെ പ്രിപ്പയർ ടു ഡ്രാഗ് കിൽ ദ എൻഡ് ഓഫ് ദ എൻഡ് ഡ്രാഗൺ എൻഡർ ഡ്രാഗൺ ആൻഡ് ഐ മേക്ക് എ അച്ചീവ്മെൻറ്റ്
ഗൈസ് അപ്പോൾ നമ്മളൊരു അച്ചീവ്മെൻറ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് നമ്മുടെ കയ്യിൽ ഇൻവെൻട്രി ഇല്ല ഗൈസ്. ഷിറ്റ്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എന്ത് കാണിക്കാനാണ്? ഈ ആപ്പിളൊക്കെ എടുത്ത് ഇൻവെൻട്രിയാണ് ശോകം. ഇനി ഇൻവെൻട്രി മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം. കാരണം എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കയറണമെങ്കിൽ കുറേ ബണ്ടിലും കയ്യിലിരിക്കണം. അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നമുക്ക് ഫുഡാ വല്ലതും എന്തെങ്കിലുമൊക്കെ ആകട്ടോ. ബ്രൗൺ കളർ ഫുഡിൻ്റെ ബണ്ടിൽ അങ്ങനെ കുറച്ച് ബണ്ടിലൊക്കെ ഇരിക്കണം നമ്മുടെ കയ്യിൽ, നല്ലതാണ്. ഇരിക്കട്ടെ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി ഞാനൊരു ആർമറൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാനിനി അപ്ഡേറ്റ് ചെയ്യാം. ദിസ് ടൈം ഫോർ ദാറ്റ് ബോയ്സ്. ഒന്ന് നോക്ക് പൗരുഷം. 2 ഇത് പൗരുഷം ഗൈസ്. പൗരുഷം. നമ്മൾ സ്റ്റീവ് അല്ല, ഇത് നമ്മളാണിത്. നോക്ക്, ഇപ്പം കാണൂടാ. ഇപ്പം കാണും. ഇപ്പം കണ്ടോ ഇപ്പം കണ്ടോ? നമ്മളിപ്പോൾ ഫുൾ ആർമറായി ഗൈസ്. നോക്ക് ഗൈസ്. സീനല്ലേ ഞാനല്ലേ ഇത്? സീനല്ലേ ചത്ത് നമ്മൾ ഫുള്ള് ആർമറായിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും കാണാം. നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ റൗണ്ട് അടിക്കാം. നമുക്ക് വരട്ടാം മറ്റേമാരെയൊക്കെ. അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്തോട്ടിറങ്ങി അവന്മാരെയൊക്കെ വരട്ടാം. ഓക്കെ ഗായ്സ്, നമ്മളിങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടൊക്കെ ഉറങ്ങിയൊക്കെ ചെയ്ത് ഗായ്സ്. നമ്മളിപ്പോൾ അയൺ ഇതിലാണ് കേട്ടോ നിൽക്കണത്, അയൺ സൂട്ട്. സോ നമുക്ക് ഇതൊക്കെ ഡൈയൊക്കെ എടുത്ത് അങ്ങോട്ട് പൂശി പിങ്കും പർപ്പിളൊക്കെ അങ്ങോട്ട് ആക്കി വെക്കാം ഗൈസ്. കാരണം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്കൊന്ന് പുറത്തോട്ട് പോകണം. നമുക്ക് ഈ സാധനമൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് അടിച്ചിട്ട് സെറ്റാക്കാം. ഓ ഗൈസ്, ഇങ്ങനെയല്ല, ഞാനിത് മഞ്ഞാക്കാനാണ് നോക്കിയത്. നിങ്ങളുടെ അവിടെ നല്ല മഴയുണ്ട്, ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. ചില സമയത്ത് ആലപ്പുഴയിൽ മാത്രം എന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിക്ക് ഒരു തണുപ്പ് ഗൈസ്, ചെറിയ രീതിക്ക് ഗൈസ്. എൻ്റെ വീടിൻ്റെ അടുത്ത് അരിയുന്നുണ്ടോ ഗൈസ് ഈ വീഡിയോ ഒക്കെ കാണുന്നത്? ഞാൻ ആലപ്പുഴയിൽ ചേർത്തല എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ് കേട്ടോ. ചേർത്തല തൊറൂർ അവിടെയാണ് ഞാനുള്ളത്. തൊറൂരിൽ ടി ഡിയിൽ അത് തന്നെ, ടി ഡിയിലാണ് എൻ്റെ വീടുള്ളത്. ആർക്കെങ്കിലും വന്ന് ഒരു ഓട്ടോഗ്രാഫൊക്കെ മേടിച്ചിട്ട് പോകണേ, എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഗൈസ്. ഞാൻ ഉള്ള മെയിനായിട്ട് ഗേൾസ്, പിന്നെ ബൈ ഞാൻ കമ്മിറ്റഡ് ആണ്. എന്നെ വന്ന് അധികം കടന്ന് ചൊറിഞ്ഞാൽ ഞാൻ കടിച്ചു തിന്നും. അതൊക്കെ പറ്റേ ഗൈസ്. നമ്മളിപ്പോൾ പറഞ്ഞ് എന്തൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, നമുക്ക് പേടിച്ചു. ആർമറിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി വന്നോളും ശവങ്ങൾ. പേടിച്ചു പോയി ഞാൻ, പകച്ചു പോയുടെ എൻ്റെ ബാല്യം. പന്നി വന്ന് ചാടി നിൽക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.